ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉഴുന്ന് അറിയാലോ, എല്ലാവർക്കും അറിയാം. ഉഴുന്ന് നമ്മൾ 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. അത് അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നാണിത്. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന ഉഴുന്നാണ്. ഇതൊരു 1.5 ഗ്ലാസോളം ഉണ്ട്. ഇനി നമ്മൾ ഉഴുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരയരുത്, ഒരു ചെറുതായിട്ടൊരു തരി അങ്ങനെ വെച്ച് അരക്കണം ഇത്. അപ്പൊ എല്ലാരും പറയും ചിലത് പറയും മിക്സിക്കകത്ത് അരയ്ക്കുമ്പോൾ അത് ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കരുത്, അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നും വേണ്ട, നമ്മള് കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് അരയ്ക്കാനായിട്ട്. ഇതിപ്പോ ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതിപ്പം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇടുവാണിത്. അതിൻ്റെ അകത്ത് ഒരു വെള്ളം നമ്മൾ ഒഴിച്ചാണ് അരയ്ക്കാൻ പോകുന്നത്. ഒരു ഉഴുന്നിന്റെ തൊട്ട് താഴെ നിൽക്കണം. ഉഴുന്നിന്റെ അത്രയും മുകളിൽ പോകരുത്. ഇത് അരച്ചെടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഇത് മിക്സിയിൽ അരച്ച് ഉഴുന്ന് ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒത്തിരി ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുമില്ല, എന്നാൽ ചെറിയൊരു ഇത് തരി പോലെ ഉണ്ട് താനും. ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയാലും അത് പ്രശ്നമാക്കണ്ട, കുഴപ്പമില്ല. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി അരിപ്പൊടി അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വടയുടെ ഒരു ക്രിസ്പിനെസ് കിട്ടാനും പിന്നെ ഒത്തിരി എണ്ണയൊന്നും കുടിക്കാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഈ 1.5 ഗ്ലാസ് ഉഴുന്നിന് ഞാനൊരു ചെറിയ മൂന്ന് ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് പച്ചമുളകില്ലായിരുന്നു. പിന്നെ കുരുമുളക്, ഇത് പൊടിക്കരുത്, ചെറിയതായിട്ട് ക്രഷ് ചെയ്ത്, അത് ഒത്തിരി പൊടിയാതെ അങ്ങനെ ചതച്ചെടുത്തിട്ടാണ് ഞാൻ അതെല്ലാം കൂടി ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. പിന്നെ വേണ്ട നമ്മൾ അരിപ്പൊടിയാണ്. അരിപ്പൊടി കുറേശ്ശായിട്ട് അതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. അരിപ്പൊടി കുറേശ്ശെ ഒരു 2-3 സ്പൂൺ അരിപ്പൊടി വേണ്ടത്, അത് അതിൻ്റെ അകത്തോട്ട് ചേർത്തു. പിന്നെ വേറൊരു ടിപ്സ് ഇതാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അടുത്ത് ദോശമാവ്, തലേദിവസത്തെ ദോശമാവ് ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ എടുത്ത് മാറ്റി വെച്ചാൽ മതി. അത് ഞാനൊരു 2-3 സ്പൂൺ അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. അത് ചേർക്കുമ്പോൾ അതിനൊരു പെട്ടെന്ന് പുളിക്കാനും ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഒത്തിരി പുളിച്ച് പോകരുത്, ഒത്തിരി പുളിച്ച് പോയാൽ എണ്ണ കുടിക്കും, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഓരോരുത്തരുടെ ഇതിനനുസരിച്ചുള്ള പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം. ഒന്നുകിൽ ഒരു കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോർക്കോ അങ്ങനെ അതിനോട് നല്ലപോലെ മിക്സ് ചെയ്യുക. കാരണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കുള്ള എയർ ബബിൾസ് അതൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റായി വരുമെന്നാണ് വരുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ചാണെങ്കിൽ അത് മതി, കുഴപ്പമില്ല. അത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്, മാക്സിമം 30 മിനിറ്റ്, 20 മിനിറ്റ് മാറ്റി അടച്ചു വെക്കുക. ഇത് ഉണ്ടാക്കുന്നതിന് ഓരോ തവണ കൈ വെള്ളത്തിൽ മുക്കണം, കാരണം അത് മാവ് എടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവ് സൈഡിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുക്കുക. അതിങ്ങനെ കയ്യിലോട്ട് വെച്ച് സെൻറ്ററിലൊരു കുഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കുക. ഈ പാനിലോട്ട് വെക്കുക. എന്നിട്ട് അകത്തോട്ട് പതുക്കുക. തീ എപ്പോഴും നമ്മൾ കുറച്ച് വെക്കണം, മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഒത്തിരി ഹൈ ഫ്ലെയിമിൽ തീ വെക്കരുത്. എന്നിട്ട് അതിങ്ങനെ ഇതുപോലെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ അത് തിരിച്ചും മറിച്ചും ഇടുക. ഇത് നമുക്കിപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാറായി. എണ്ണയിൽ നിന്ന് എടുത്ത ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം.
വട റെഡി ആയിട്ടുണ്ട്. നോക്കിക്ക് നല്ല ഹോളൊക്കെ നല്ലപോലെ ഒത്തു വന്നിട്ടുണ്ട്. കളറും നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നോക്കിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അങ്ങനെ നമ്മൾ വടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി ഇത് എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പളങ്ക് ഡയറി എന്നുള്ള ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.